എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 1-2 കയ്യടി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ദൈവസ്നേഹത്തിലേക്ക് എനിക്ക് എത്തിക്കണം. എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുതെന്നോ വലുതെന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിയാട്ടെ. കർത്താവ് ഒന്ന് കാണട്ടെ. എല്ലാവരും ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ പാസ്സാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ശലോം, ആമീൻ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരാണ്. കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം. കൈ ഉയരട്ടെ, കർത്താവ് കാണട്ടെ. ആമീൻ. താഴ്ത്തിക്കോ. ഞാൻ അഭിമാനിക്കുകയാണ്, ഞാൻ അഭിമാനിക്കുന്നു. ആമീൻ. രോഗശാന്തി മാത്രം ആഗ്രഹിക്കുന്ന സഭയുടെ പാസ്റ്ററല്ല, അതിലുപരി ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരികയാണ്. ഒരു ജോലി ചെയ്യുമോ? ചെയ്യണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഒരു ജോലി തരാൻ പോവാ. യേശു കർത്താവിൻ്റെ ക്രൂശ് നിങ്ങൾ ചുമക്കണം. ഞാൻ എന്റെ കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ അലക്സാണ്ടറിനെയും റൂഫോസിനെയും അനുഗ്രഹിച്ചതിന്റെ പിന്നില് കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ ആ ക്രൂശിന്റെ ഒരു ചെറിയ കോണിൽ ഒരല്പം ഒന്ന് ചുമന്നപ്പോ അവന്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ എന്റെ നാഥന്റെ ക്രൂശ് ഒരല്പം എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷ അവിടെ മുതൽ ആരംഭിക്കട്ടെ. യേശു കർത്താവിന്റെ ക്രൂശ് ചുമന്നവരാരും നശിച്ചു പോയില്ല. ആരും നശിച്ചു പോയില്ല. കുരിശു ചുമന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചതേ ഉള്ളൂ. ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കഷ്ടത എന്തെന്ന് നന്നായിട്ട് പഠിച്ചവനാ, ബുദ്ധിമുട്ട് എന്തെന്ന് പഠിച്ചവനാ. പക്ഷേ പുറവൃത്തില്ല. എൻ്റെ പപ്പയോട് മുമ്പിലെ പുറവൃത്തിൽ എനിക്കെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് എന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ചുമക്കാനുള്ള ശക്തി നൽകണമേ, ചുമക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ കഷ്ടതകൾ ക്ഷീണിച്ചു പോകരുത്, ചില വേദനകൾ ക്ഷീണിച്ചു പോകരുത്. പപ്പാ, ഞാൻ ചുമക്കാൻ റെഡിയാ. ഇതെന്റെ അനുഗ്രഹത്തിന്റെ ചുമന. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ നമുക്ക് വന്നില്ലെങ്കിൽ അപ്പം മനസ്സിലാക്കണം, നീ ഉദ്ദേശിച്ചതിനേക്കാളും വലുത് ദൈവം തരാൻ വേണ്ടിയിട്ടാ ചില പ്രാർത്ഥനകൾക്ക് മറുപടി വരാതിരിക്കുന്നത്. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം നീ ഉദ്ദേശിച്ച സമയത്ത് വരാത്തത് നീ വിചാരിച്ചതിനേക്കാളും വലുത് ദൈവത്തിന് തരാൻ വേണ്ടിയിട്ടാ. യേശു കർത്താവ് നമുക്ക് ചില കഷ്ടതകളാണ് തന്നു എങ്കിൽ സന്തോഷത്തോടെ അത് ചുമക്കാൻ നമ്മൾ റെഡിയാകണം. സഹോദരിമാരെ ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെടാത്തൊരു ഭർത്താവിനെ ആയിരിക്കാം നിനക്ക് തന്നു. നീ അതൊരു കുരിശെന്നവണ്ണം സന്തോഷത്തോടെ ചുമന്നോളണം. അദ്ദേഹത്തെ എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയും അത്രത്തോളം നീ സ്നേഹിക്കണം, നീ പിടിച്ചു നിൽക്കണം. സഹോദരന്മാരെ, മാനസാന്തരപ്പെടാത്ത ഒരു ഭാര്യയായിരിക്കും നിനക്ക് എപ്പോഴും വേദനകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ഭാര്യയായിരിക്കാം നിനക്ക് കുരിശായിട്ട് ചുമക്കാൻ തന്നത്. പെറുപെറുക്കാതെ, പപ്പ ഇതിനെ ചുമക്കാനുള്ള ശക്തി മാത്രം എനിക്ക് തന്നാ മതി, ഇറക്കി വയ്ക്കാൻ ശ്രമിക്കരുത്. നീ അതിനെ മരണം വരെ ചുമക്കണം. സഹോദരങ്ങളെ, മാനസാന്തരപ്പെടാത്ത മക്കളായിരിക്കാം നിന്റെ കുരിശ് നീ സന്തോഷത്തോടെ ചുമക്കണം. ഏതെങ്കിലും ചില കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് എനിക്ക് ശരിയായില്ല, ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് ശരിയായില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല എന്നല്ല, എന്റെ ദൈവം ഇതൊക്കെ സഹിക്കുവാനുള്ള കൃപ എനിക്ക് തന്നാ മതി, കൃപ എനിക്ക് തന്നാ മതി, കൃപ എനിക്ക് തന്നാ മതി. ചില കഷ്ടതകൾ തളർന്നിരിക്കുന്നവരുണ്ട്, ചില വേദനകൾ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവ് നമ്മളെ ചുമക്കാൻ ഏൽപ്പിച്ചാൽ അനുഗ്രഹം ചുമക്കുന്നത് പോലെ തന്നെ ആമേൻ, ചില അനുഗ്രഹമല്ലാത്ത ചില ശോധനകളും വേദനകളും സന്തോഷത്തോടെ ചുമക്കാനായിട്ട് മനസ്സുണ്ട് എങ്കിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു വിടുതൽ വരാനുള്ള സമയമായി. ഒരു വെളിപ്പാട് മറക്കരുത്. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നു എങ്കിൽ നീ വിചാരിച്ചതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടാണത് വൈകുന്നത്.